السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള ഉസ്താദ്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രത്യക്ഷത്തിൽ നാവ് നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ്. എന്നാൽ മനുഷ്യൻ്റെ നല്ലതും മോശവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ് നാവ്. കാരണം മനുഷ്യൻ്റെ മധുരമുള്ളതും മര്യാദയുള്ളതുമായ സംസാരം മുഖേന ഉടഞ്ഞു പോയ ഹൃദയങ്ങളെ യോജിപ്പിക്കാനാകും. അതുപോലെ തന്നെ നാവിനെ തെറ്റായും മോശമായും ഉപയോഗിക്കുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ തകരുകയും വിദ്വേഷം ഉടലെടുക്കുകയും ചെയ്യും. ഈ ഗൗരവത്തെ പരിഗണിച്ചുകൊണ്ട് ഖുർആനിലും ഹദീസുകളിലും സംസാരിക്കുന്നതിൻ്റെ മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇവകൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ ഉറച്ചതായി തീരുകയും നാവിനെ തെറ്റായ രൂപത്തിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഈ മര്യാദകളിൽ ഏറ്റവും ആദ്യത്തേത് എല്ലാവരോടും മൈത്തോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം മയമായ ശൈലി എല്ലാ നന്മകളുടെയും സൽഗുണങ്ങളുടെയും അടിസ്ഥാനമാണ്. ഇക്കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് മയം നഷ്ടപ്പെട്ടാൽ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരം സാവകാശമാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ എല്ലാ വാക്കും വേർതിരിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. പൊതുവെ ശബ്ദം കുറച്ച് ആവശ്യമുള്ള ശബ്ദത്തിൽ സംസാരിക്കുക. കാരണം വെറുതെ ശബ്ദം ഉയർത്തുന്നത് അറിവില്ലായ്മയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും അടയാളമാണ്. അല്ലാഹു തആല ഖുർആനിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ വാക്കിലൂടെ സംസാരിക്കുന്ന ശൈലി പ്രകാരം പഠിപ്പിച്ചു കൊടുത്തു. താങ്കൾ ശബ്ദം താഴ്ത്തിക്കൊള്ളുക. കാരണം ഏറ്റവും മോശമായ ശബ്ദം കവിതയുടെ ശബ്ദമാണ്. അതുപോലെ തന്നെ സംസാരം ചുരുങ്ങിയതും അർത്ഥമുള്ളതുമായിരിക്കണം. കാരണം സുദീർഘമായ സംസാരം കേൾക്കുന്നവനെ മടുപ്പുളവാക്കുന്നതാണ്. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ദീർഘമായ പ്രസംഗം നടത്തി. ഇത് കേട്ട് അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ദേഹം ചുരുക്കി സംസാരിച്ചാൽ നന്നായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ചുരുക്കി സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അതാണ് ഏറ്റവും നല്ലത്. സംസാരത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, കുത്തുവാക്ക്, പരിഹാസം തുടങ്ങിയ കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുക. കാരണം ഈ പ്രസ്തുത കാര്യങ്ങളെ കുറിച്ച് ഹദീസുകളിൽ ഗൗരവമായി താക്കീത് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് കടുത്ത മുന്നറിയിപ്പും വരുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും സംസാരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി